നമസ്കാരം. എക്സാം പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ, സങ്കീർത്തനങ്ങൾ. അതിലത്തെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള യുദ്ധത്തിന്റെ പരിണാമമാണ്. ഇതൊരു നിരൂപണ കൃതിയാണ്. എഴുതിയിരിക്കുന്നത് ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന പ്രശസ്തമായിട്ടുള്ള നിരൂപണ കൃതിയിലെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഒരുപാട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം അത്രയും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം. ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്, ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ. പ്രത്യേക രീതിയിലുള്ള ഒരു രചന തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഈ പാഠഭാഗം ഇവിടെ നിന്ന് എടുക്കുന്നത് എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. നമ്മുടെ മലയാളത്തിലെ നിരൂപക ത്രയത്തിലെ പ്രമുഖനാണ് ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നർത്ഥം. ആ 3 പേര് ആരൊക്കെയാണ്? ശ്രീ എം പി പോൾ, കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി. നമുക്ക് കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും ഭാഷാ ശാസ്ത്രജ്ഞനുമായിരുന്നു ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ. 1900 ജൂൺ 14 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കലജീവിതം തന്നെ എന്നുള്ള വാദം വളരെ പ്രശസ്തമായിരുന്നു. ഒട്ടനവധി കൃതികള് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 പേരിലൂടെയാണ് മലയാള സാഹിത്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കൃതികളുടെയും നിരൂപണങ്ങൾ നടന്നിട്ടുള്ളത്. സാഹിത്യഭൂഷണം, കലജീവിതം തന്നെ, മലയാള ശൈലി, രാജാങ്കണം, ഭാരത പര്യടനം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഭാരത പര്യടനമാണ് അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയത്. ഭാരത പര്യടനം ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ലഭിച്ചതാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കൃതി 1948 പുറത്തിറങ്ങുന്നത്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെല്ലാം തന്നെ പല രീതിയിൽ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട് ഈ കൃതിയിലൂടെ. എല്ലാ കഥാപാത്രങ്ങളുടെയും മാനസിക വ്യാപാരങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ദുര്യോധനും കർണനും ശ്രീകൃഷ്ണനും പാണ്ഡവരും എല്ലാം തന്നെ ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. മഹാഭാരതത്തെ പ്രമേയമാക്കിയിട്ടാണ് ഈ ഒരു കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2 ഇതിഹാസങ്ങളാണ് ഭാരതത്തിന് സ്വന്തമായിട്ടുള്ളത്, രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും. മഹാഭാരതം എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, വേദവ്യാസനാണ്. വേദവ്യാസന്റെ ഈ ഒരു കൃതിയെ ആസ്പദമാക്കിയിട്ട് അതിലെ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ യുദ്ധത്തിന്റെ പരിണാമം, അതായത് ഭാരത പര്യടനം എന്നുള്ള കൃതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാഭാരതം 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ളത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം. ഈ 18 ദിവസത്തെ കഥകൾ, അതുകൊണ്ട് തന്നെ മഹാഭാരതത്തെ 18 പർവ്വങ്ങളായിട്ട് കൂടി തിരിക്കുന്നുണ്ട്. മഹാഭാരതത്തെ 18 പർവ്വങ്ങളായിട്ടും രാമായണത്തെ 7 കാണ്ഡങ്ങളുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ മഹാഭാരത യുദ്ധം നടക്കുന്നു. 18 ദിവസമാണ് യുദ്ധം നടക്കുന്നത്. അതിനകത്ത് 18ാമത്തെ ദിവസം നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് പ്രസ്തുത പാഠഭാഗത്തിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് അവസാന ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ദുര്യോധനാണെങ്കിൽ യുദ്ധക്കളത്തിൽ ചോരയൊലിച്ചുകൊണ്ട് മരണം കാത്തു കിടക്കുന്നു. 18ാം ദിവസം രാത്രി കൂടി അവിടെ തങ്ങേണ്ടതുണ്ട്. അന്ന് ശ്രീകൃഷ്ണനാണ് പാണ്ഡവരെ നയിക്കുന്നത്. ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവരെ അടുത്തു വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് നിങ്ങൾ യുദ്ധത്തിന്റെ ആ ഒരു പോർക്കളത്തിൽ അവിടെ വിശ്രമിക്കേണ്ടതില്ല. ആ ഒരു ഷെഡിൽ, എന്നാൽ നമുക്ക് പറയാൻ പറ്റിയത് ആ ഒരു സന്നാഹങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പന്തലിൽ ഇന്ന് നിങ്ങൾ വിശ്രമിക്കേണ്ട, നിങ്ങൾ നദീതീരത്ത് പോയി വിശ്രമിക്കുക. അതിനുള്ള കാര്യം എന്താണെന്ന് പഞ്ചപാണ്ഡവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അന്ന് രാത്രി തന്നെ അതിനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നു. പകയുടെ, പ്രതികാരത്തിന്റെ, ചോരയുടെ ഒരുപാട് കഥകൾ പറയുന്ന ഒരു പാഠഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. ഈ പാഠഭാഗം വിശദമാക്കിയിരിക്കുന്നത് വെറുതെ നിങ്ങൾക്ക് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ളതല്ല. യുദ്ധത്തിന്റെ ഒരു നേർചിത്രം, യുദ്ധം എങ്ങനെയാണ് മനുഷ്യരാശിയെ നശിപ്പിക്കുന്നത്,
നമ്മൾ പല വിഷയങ്ങളിലും സംവാദം നടത്താറുണ്ട്. നല്ലതും ചീത്തയും രണ്ടു പക്ഷവും ഉണ്ടാവാറുണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന് ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. യുദ്ധം എന്നും മനുഷ്യരാശിക്ക് ഭീഷണി മാത്രമാണ് നൽകിയിട്ടുള്ളൂ, വേദനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളൂ, നഷ്ടങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളൂ. യുദ്ധങ്ങളെ പറ്റിയിട്ടെല്ലാം തന്നെ നമ്മൾ ഇതിഹാസങ്ങളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു പല കാര്യങ്ങള്. നമുക്ക് നേരിട്ട് മനുഷ്യരാശി അനുഭവിച്ചിട്ടുണ്ട് രണ്ട് യുദ്ധങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെയും, രണ്ടാം ലോക മഹായുദ്ധം 1939 വരെയും 45 വരെയും നടന്നിട്ടുണ്ട്. അതിന്റെ മോശം അവസ്ഥകൾ ഇന്നും പലരുമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ യുദ്ധം നൽകുന്ന വെല്ലുവിളികള്, പ്രശ്നങ്ങൾ, അതെല്ലാമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയുള്ളത്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ, അവരുടെ ചിന്തകൾ പല രീതിയിൽ തന്നെ സൂക്ഷ്മമായി ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ കഥാസന്ദർഭങ്ങളെയും പ്രത്യേക രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒരു കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, യുദ്ധത്തിന്റെ പരിണാമം. വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത്. ഇതിഹാസ കൃതിയാണ്, നമുക്കറിയാം. 18 ദിവസമായിട്ട് നടക്കുന്ന യുദ്ധത്തെ 18 പർവ്വങ്ങളായിട്ടാണ് ഇവിടെ മഹാഭാരതത്തെ തിരിച്ചിരിക്കുന്നത്. ഈ 18 ദിവസം നടക്കുന്ന യുദ്ധത്തിന്റെ കുറച്ചു ഭാഗം, അവസാന ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. യുദ്ധത്തെ പറ്റി നിങ്ങൾക്കറിയാം, എപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്നൊന്നും ചിന്തിക്കാതെയാണ് എല്ലാവരും യുദ്ധം ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധവും 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധവും നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് യുദ്ധത്തിന്റെ ഭീകരത എത്ര വലുതാണെന്ന് തിരിച്ചറിയാം. ഇതിഹാസ കൃതി തൊട്ട് തന്നെ യുദ്ധത്തിന്റെ ഭീകരതയെ പറ്റിയും അതുപോലെ തന്നെ പ്രശ്നങ്ങളെ പറ്റിയും വളരെ ഭംഗിയായിട്ട് തന്നെ എഴുത്തുകാർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ കൗരവരും പാണ്ഡവരും, പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രയും മക്കളാണ്. 101 പേരാണ് കൗരവരിലുള്ളവര്, 5 പേരാണ് പാണ്ഡവരിലുള്ളത്, പഞ്ചപാണ്ഡവർ. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, 5 പേര് പാണ്ഡവര്. അറിയാം, 18 ദിവസം നടക്കുന്ന ഈ യുദ്ധത്തില് ശ്രീകൃഷ്ണനെ കൊണ്ടുവരാനായിട്ട് 2 പേരും നല്ല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു ശ്രീകൃഷ്ണൻ നിന്നിരുന്നത്. ഒരു ക്യാപ്റ്റനെ പോലെ പ്രവർത്തിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ആയുധം എടുക്കാനുള്ള അവകാശം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി അക്ഷൗണീയ പടകളും അതുപോലെ തന്നെ കാലാളും രഥവും ആനയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു. അവസാനം വളരെ ചുരുക്കം പേര് മാത്രമാണ് ജീവിച്ചിരുന്നത്. 18-ാം ദിവസം യുദ്ധം നടക്കുന്ന രാത്രി ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവരെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഇവിടെ കിടക്കേണ്ട. അതായത് യുദ്ധത്തിന്റെ അവിടെ ഒരു ഷെഡ് പോലെയുണ്ട്, ആ ഒരു പന്തലിൽ നിങ്ങൾ ഇന്ന് കിടക്കേണ്ട, നദീതീരത്ത് പോയി നമുക്ക് വിശ്രമിക്കാമെന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അവർ ചോദിച്ചുമില്ല. എന്തോ ശ്രീകൃഷ്ണൻ പറഞ്ഞതല്ലേ, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുന്ന അവർ മനസ്സിലാക്കുന്നു. അന്നത്തെ രാത്രി ചില സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. പകയുടെ, പ്രതികാരത്തിന്റെ, ചോരയുടെ നിറം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. ദുര്യോധനൻ, അതുപോലെ തന്നെ അശ്വത്ഥാമാവ്, കർണൻ തുടങ്ങിയ ഒരുപാട് പേര് തന്നെ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുന്ന ഈ ഒരു പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, യുദ്ധത്തിന്റെ നിയമങ്ങൾക്ക് നിരക്കാത്ത രീതിയിലാണ് പലപ്പോഴും യുദ്ധം അവിടെ നടന്നത്. അങ്ങനെയാണ് കൗരവരുടെ രാജാവായിട്ടുള്ള ദുര്യോധന് മരണത്തെ മുന്നിൽ കണ്ടു കിടക്കേണ്ടതായി വരുന്നത്. ഭീമന്റെ കൊലവിളിയിലാണ് അയാൾ വീണുപോയത്. യുദ്ധത്തിന്റെ നീതിക്കും അതുപോലെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് ദുര്യോധനൻ പറയുന്ന കാര്യങ്ങൾ, അയാളുടെ ചിന്തകൾ, അയാളുടെ പ്രതിഷേധം, അയാള് ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഭാവിയെ പറ്റിയും എല്ലാം തന്നെ അയാൾ ഓരോന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗവും അതുപോലെ തന്നെ അശ്വത്ഥാമാവിന്റെ പകയും നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് കഴിയും. പാഠഭാഗത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്: ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വച്ചു നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ 2 ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ഉടമ്പടികൾ ഉണ്ടായിരുന്നു, കരാറുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്, അത് പാടില്ല, ഇത് പാടില്ല എന്നുള്ള രീതിയിൽ. അതിങ്ങനെയൊക്കെയായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടത്തെ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. അതായത് യുദ്ധം നടക്കാത്ത സമയത്ത് കൗരവ പക്ഷവും പാണ്ഡവ പക്ഷവും വേറൊരു പ്രശ്നത്തിനും പോകരുത്.
പരസ്പര രീതിയിൽ നല്ലൊരു സ്നേഹത്തോടു കൂടി പരസ്പര പ്രീതിയോടുകൂടി വർത്തിക്കണമെന്നാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വ രഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. ഗജം എന്ന് പറഞ്ഞാൽ ആന, രഥം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, അശ്വത്തിന്റെ രഥം, അതായത് കുതിരപ്പുറത്തിരിക്കുന്നവർ അങ്ങനെയുള്ളവരോടും ആനപ്പുറത്തിരിക്കുന്നവരോടും മാത്രമാണ് യുദ്ധം ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ കാലാളോടും, അതായത് നിന്ന് യുദ്ധം ചെയ്യുന്നവര് കാലാൾപ്പട കാലാളോടുമാണ് യുദ്ധം ചെയ്യേണ്ടത്. അണിവിട്ടുപോയവനെ കൊല്ലരുത്, അതായത് പിന്തിരിഞ്ഞോടിപ്പോയവനെ, അണിവിട്ടുപോയത് കൂട്ടം തെറ്റിപ്പോയവനെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. വീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ എന്ന് പറഞ്ഞ വയസ്സ്, വീര്യം, ഉത്സാഹം അതിലെല്ലാം തന്നെ ഒരേ രീതിയിൽ കിടപിടിച്ചു നിൽക്കുന്നവരോട് മാത്രമാണ് യുദ്ധം ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഓർക്കാതെയും അതുപോലെ ക്ഷീണിച്ചിരിക്കുന്നവരോടും യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല. പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിച്ചിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ, യുദ്ധം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവനോടും അരുത്, അതായത് ഓർക്കാതിരിക്കുന്നവൻ, യുദ്ധത്തിന്റെ കാര്യങ്ങൾ മറന്നിരിക്കുന്നവൻ, തളർന്നിരിക്കുന്നവൻ ഇവരോടൊന്നും തന്നെ യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരുവിധം കൊല്ലരുത്. അതായത് മറ്റൊരാളുമായിട്ട് യുദ്ധം ചെയ്യുന്നവനെ പിന്നിൽ നിന്ന് കുത്താനായിട്ട് പാടില്ല. പ്രമാദം പറ്റിയവനെ, അതായത് അറിയാതെ തെറ്റുപറ്റിയവനെ, ഓർമ്മക്കുറവ് ബാധിച്ചവനെ, പിന്തിരിഞ്ഞോടിയവനെ, അതായത് ഭീരുക്കളെ, അതുപോലെ തന്നെ ആയുധം തീർന്നവനെ, ആയുധം നഷ്ടപ്പെട്ടു പോയവനെ, കവചം പോയവനെ, അതായത് കവചം അറിയാം നിങ്ങൾക്ക്, രക്ഷയായിട്ടുള്ള കവചം നഷ്ടപ്പെട്ടുവനെ ഒന്നും തന്നെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഒട്ടനവധി നിയമാവലികൾ യുദ്ധത്തിനുണ്ടായിരുന്നു. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദിക്കാർ എന്നിവരെ ഒന്നും ഉപദ്രവിക്കരുത്. സൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയെ ഓടിക്കുന്നവർ, അതുപോലെ തന്നെ കുതിരകൾ, ആയുധം എടുത്തുകൊണ്ടുവരുന്നവര്, വാദ്യമേളക്കാർ, എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ, ഇവരെ ഒന്നും തന്നെ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. അതുകൊണ്ട് തന്നെയാണ് 18 ദിവസം നടന്ന മഹാഭാരത യുദ്ധത്തെ ധർമ്മയുദ്ധം എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. ഇത്തരത്തിൽ പല രീതിയിലുള്ള നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധർമ്മയുദ്ധം പലപ്പോഴും നീതികേടിന്റെ യുദ്ധമായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപാട് നിയമങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ ചേർത്തിരുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ ലംഘിക്കപ്പെട്ടിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. ആദ്യ ദിവസങ്ങളിലെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. നിയമങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അനുശാസിച്ചു പോന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പയ്യെ അത് ലംഘിക്കാൻ തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വെട്ടിവീഴ്ത്തിയതും യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. അതായത് പാണ്ഡവപക്ഷം അറിയാം, നമ്മളെ സംബന്ധിച്ച് എന്താണ് വിശ്വാസം, പാണ്ഡവർ നല്ല രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നു, കൗരവന്മാരാണെങ്കിൽ മോശക്കാര് എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ യുദ്ധത്തിൽ പലപ്പോഴും പാണ്ഡവന്മാർ പല തെറ്റുകളും കാണിച്ചിരുന്നു എന്ന് ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ അടിവരയിട്ട് പറയുന്നുണ്ട്. പല മഹാരഥന്മാരെയും, കൗരവപക്ഷത്തുള്ള പല മഹാരഥന്മാരെയും വീഴ്ത്തിയത് തെറ്റിലൂടെയാണ്, നീതികേടിലൂടെയായിരുന്നു. ഒടുവിൽ അവരുടെ രാജാവായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ദുര്യോധനയും ഇതുപോലെ തന്നെ നീതികേടിന്റെ ഭാഷയിലൂടെയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധിക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. വല്ലപാടും നേടിയ വിജയം, അണ്ടർലൈൻ ഇട്ട് വെച്ചോ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്ന വല്ലപാടും നേടിയ വിജയം, അതായത് ധർമ്മയുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാഭാരത യുദ്ധത്തെ ആ 18 ദിവസങ്ങളിലും പല രീതിയിലും ധർമ്മം എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ്, യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പാണ്ഡവർ വിജയിച്ചതെന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. അതിന് കൃത്യമായുള്ള കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. യുദ്ധത്തിന്റെ 18-ാം നാൾ കൗരവരുടെ രാജാവായിട്ടുള്ള ദുര്യോധനൻ മേലാകെ മണ്ണു പറ്റിക്കൊണ്ട് തുടച്ചതഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ചുറ്റും നോക്കി കിടക്കുന്നു. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാൻ സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട്, കൈ നിലത്തിട്ട് അരച്ചുകൊണ്ട്, മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലുറുമിക്കൊണ്ടും പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, യുദ്ധ നിയമങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തിയിട്ടായിരുന്നു. അരയ്ക്ക് കീഴ്പോട്ട് ആക്രമിക്കാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ തലയിൽ ചവിട്ടാനായിട്ട് പാടില്ല.
ഇങ്ങനെയുള്ള പല ഉപദ്രവങ്ങളും നേരിടേണ്ടി വരുന്ന ഒരാളാണ് ദുര്യോധനൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അയാൾ പല രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ഷത്രിയന്മാർ ചെയ്യുന്ന രീതിയിലുള്ള അതേ മാർഗങ്ങൾ അനുശാസിച്ചുകൊണ്ട് അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് 18 ദിവസവും ദുര്യോധനൻ യുദ്ധം ചെയ്തത്. ഭീമന്റെ ആക്രമണത്തിലാണ് അയാൾ വീണുപോയത്. ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു കിടക്കരുതല്ലോ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം. അവസാനമായിട്ട് സഞ്ജയൻ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനെ കാണാൻ വരികയാണ്. സഞ്ജയൻ പറഞ്ഞുള്ള രീതിയിലാണ് നമുക്ക് മഹാഭാരതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സഞ്ജയൻ ദുര്യോധനെ കാണാനായിട്ട് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയുകയാണ് ദുര്യോധനൻ. ഭീഷ്മരും കർണനും ദ്രോണരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണി പടയുണ്ടായിട്ടും എൻ്റെ അവസ്ഥ ഇങ്ങനെയായി കിടക്കുന്നു. കാലത്തെ ഒരിക്കലും ആർക്കും കവച്ചു കടക്കാൻ കഴിയില്ല. കാലത്തിന്റെ ചില നിയമങ്ങളെ ഒരിക്കലും ആർക്കും മറികടക്കാൻ കഴിയില്ലല്ലോ എന്നാണ് ദുര്യോധനൻ ഇവിടെ പറയുന്നത്. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം. ചില കാര്യങ്ങൾ താങ്കൾ എൻ്റെ പക്ഷത്തുള്ളവരോട് പറയണമെന്ന് ദുര്യോധനൻ ആരോട് പറയുന്നു? സഞ്ജയനോട് പറയുകയാണ്. ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. അതുമാത്രമല്ല, പല കടുംകൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. ഭീമൻ മുറ തെറ്റിച്ചാണ്. നമ്മൾ മുൻപ് പറഞ്ഞു. എങ്ങനെയാണ് കൊന്നത്? തുടക്കി അടിയേറ്റിട്ടാണ്, അരയ്ക്ക് കീഴ്പോട്ട് ഗദ പ്രയോഗിച്ചിട്ടാണ്. ദുര്യോധന പണ്ടൊരു ശാപമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു രീതിയിൽ മാത്രമാണ് മരിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അത് അരയ്ക്ക് കീഴ്പോട്ട് അടിക്കുമ്പോഴാണ്, തുടക്കി അടിക്കുമ്പോഴാണ്. ഭീമൻ അത് മനസ്സിലാക്കിയിട്ടാണ് തുടക്കി അടിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സഹായത്തോടു കൂടി. ഇതൊന്നും മാത്രമല്ല, പല കടുംകൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അവർ പല രീതിയിൽ പല തെറ്റുകളും അവർ ചെയ്തിട്ടുണ്ട്. യുദ്ധ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കാതെയാണ് അവർ വിജയിച്ചത്. അവരിനി ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇതെല്ലാം നല്ല രീതിയിൽ വലിയ ആഘോഷത്തോടെ അഭിമാനത്തോടു കൂടി പറയും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? വലിയ ചോദ്യങ്ങളാണ് ദുര്യോധനന്റെ വാക്കുകളിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. അധർമ്മത്തിലൂടെ ജയിച്ചിട്ട് ആർക്ക് സന്തോഷിക്കാൻ കഴിയും? വല്ലാത്ത വേദനയാണ് ദുര്യോധനുള്ളത്. ചതിയിലൂടെയാണ് പാണ്ഡവർ കീഴ്പ്പെടുത്തിയത് നമ്മളെ. അതുകൊണ്ട് തന്നെ അധർമ്മത്തിന്റെ ഒരു രീതിയിൽ ജയിച്ചിട്ട് ആർക്ക് സന്തോഷിക്കാൻ കഴിയും? ഈ വിജയത്തിൽ എന്തർത്ഥമുണ്ടെന്നാണ് ദുര്യോധനൻ ചോദിക്കുന്നത്. ആരവരെ അനുമോദിക്കും? മറ്റൊരു ചോദ്യമാണ്. ജയിച്ചു എന്ന് പറഞ്ഞ് ആരാണ് അവരെ പ്രശംസിക്കാനായിട്ട് പോകുന്നത്? തുട ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരു അത്ഭുതമുണ്ടോ? പാണ്ഡവരിൽ രണ്ടാമനായിട്ടുള്ള ഭീമൻ ഞാൻ മരിക്കാനായി കിടക്കുന്ന സമയത്ത് എൻ്റെ ശിരസിൽ കൂടി ചവിട്ടിയെന്ന് ദുര്യോധനൻ പരാതി പറയുന്നുണ്ട്. ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കന്മാരുടെ മേൽക്കോയ്മ നടത്തി, സുദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? മരണാസന്നനായി കിടക്കുന്ന സമയത്തോടും അഭിമാനത്തോടു കൂടിയും ചങ്കൂറ്റത്തോടും കൂടി തന്നെയാണ് ദുര്യോധനൻ കിടക്കുന്നത്. ആ സമയത്ത് അമ്മമാരോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും എല്ലാം തന്നെ കൃത്യമായിട്ട് തൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് അയാൾ ആവശ്യപ്പെടുകയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചത്, നല്ല രീതിയിൽ യജ്ഞം നടത്തി, നല്ല രീതിയിൽ കുതിരകളിൽ യാത്ര നടത്തി, സുദുർലഭമായ മാനം നേടി, അതുപോലെ എല്ലാ രീതിയിലുമുള്ളൊരു ജീവിതം, നല്ലൊരു ജീവിതം തന്നെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചു പോന്നിട്ടുള്ളത്. അർത്ഥം തെറ്റാതെ തന്നെ മികച്ച ഒരു രാജാവായിട്ട് തന്നെ കാണാമെന്ന് അഭിമാനത്തോടു കൂടി ആ സമയത്ത് പോലും ദുര്യോധനൻ പറയുന്നുണ്ട്. ദുര്യോധനന്റെ ആ ഒരു ആത്മാഭിമാനത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. താൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നും യുദ്ധ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചത് കൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ആർക്കും കുറ്റം പറയാനോ കളിയാക്കാനോ കഴിയില്ലെന്നും തൻ്റെ ഈ മരണം എല്ലാ തരത്തിലും ധീരന്മാർക്ക് ചേരുന്ന മരണമാണെന്ന് കൂടി ഇവിടെ ദുര്യോധനൻ സഞ്ജയനോട് പറയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് ദുര്യോധനൻ, താൻ ഒരിക്കലും ഭാഗ്യവശാൽ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ വിജയിച്ചത്. എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അവരിലേക്ക് എത്തുന്നത്. ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊന്നും നേടാനായിട്ട് കഴിയില്ല, എന്നെ തോൽപ്പിച്ചുകൊണ്ടൊന്നും നേടാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ദുര്യോധനൻ ആശ്വസിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്ത് കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അതായത് തന്നെ ചതിച്ചു കൊന്നതിലുള്ള ഒരു അമർഷമാണ് അവിടെ കാണുന്നത്. ഒന്നുകിൽ വിഷം തരുന്ന് കൊല്ലുന്നത് പോലെയോ അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ കൊല്ലുന്ന പോലെയുള്ള രീതിയായിരുന്നു പാണ്ഡവർ സ്വീകരിച്ചതെന്ന് ദുര്യോധനൻ വീണ്ടും പരാതി പറയുന്നു.
അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുത്. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി ഇങ്ങനെ പറഞ്ഞു. അതായത് സഞ്ജയനോട് പറയുന്നുണ്ട്, ബാക്കിയുള്ളവരോടെല്ലാം തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം. ആരോടൊക്കെയാണ്? കൃതവർമാവ്, അതുപോലെ തന്നെ അശ്വത്ഥാമാവ്, അതുപോലെ കൃപർ. പാണ്ഡവരെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ, അവർ ചതിക്കുമെന്ന് ദുര്യോധനൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. അദ്ദേഹം അവിടെ കൂടിയിട്ടുള്ളവരോടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷണന്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. അതായത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ വരികളിൽ തെളിയുന്നത് ദുര്യോധനന്റെ സ്നേഹത്തെ പറ്റിയിട്ടാണ്. സഹോദര സ്നേഹം നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ. രാജാവാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു രാജാവിന്റെ എല്ലാ രീതിയിലുള്ള യശസ്സോടുകൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും തന്നെയാണ് അദ്ദേഹം മരണത്തെ വരിക്കുന്നത്. മരണക്കിടക്കയിൽ പോലും അദ്ദേഹം ഒരിക്കലും ഭീരുവിനെ പോലെ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ യുദ്ധകളത്തിൽ കിടന്ന് മരിച്ചാൽ തന്നെയാണ് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യുദ്ധകളത്തിൽ വെച്ച് തന്നെ മരിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുന്നത്. മരിക്കുന്ന സമയത്ത് പോലും തൻ്റെ സഹോദരിയായ ദുശ്ശളയുടെ കാര്യവും മരിച്ചുപോയ സഹോദരന്മാരുടെ കാര്യവും എല്ലാം തന്നെ അയാൾ ഓർക്കുകയാണ്. സഹോദരന്മാരുള്ള നിറഞ്ഞ സ്നേഹം അവിടെ കാണാം. അതുപോലെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളോടുള്ള സ്നേഹവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എല്ലാ രീതിയിലും ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ദുര്യോധനൻ എന്ന് ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സമന്ത പഞ്ചകത്തിൽ കിടന്നാണ് ഞാൻ മരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പുണ്യം ലഭിക്കും, ശാശ്വത ലോകങ്ങൾ നേടുമെന്ന് കൂടി അയാൾ പറയുന്നു. രാജാവിന്റെ ഈ വിലാപം കേട്ട് ജനസഹസ്രങ്ങൾ കണ്ണും നിറച്ച് അങ്ങും ഇങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. ദുര്യോധനൻ അവർ കണ്ടിട്ടുള്ളത് നല്ല രീതിയിൽ ശത്രുക്കളെ അടക്കി ഭരിച്ചു വാണ ധീരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ രാജാവിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവിടുത്തെ പ്രജകൾക്ക് എല്ലാവർക്കും, ആയിരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എല്ലാവരുടെയും കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭൂമി ഒരു മുഴക്കത്തോടുകൂടി കുലുങ്ങി, ദിക്കുകൾ മങ്ങി. അപ്പൊ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസമായി. ആകെ 3 പേര് മാത്രമാണ് കൗരവപ്പടയിൽ അവശേഷിച്ചിരുന്നത്. കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. മറ്റെങ്ങോ ആയിരുന്ന കൃതവർമാവ്, അശ്വത്ഥാമാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്ന് ചോരയിൽ ആണ്ട് നിലത്ത് കിടന്നുരുളുന്ന ദുര്യോധനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ നിലത്തിരുന്നു. ദുര്യോധനെ അവസാനമായിട്ട് കാണാനായിട്ട് 3 പേരും എത്തുകയാണ്. അവർ തേരിൽ നിന്നിറങ്ങി ദുര്യോധനന്റെ അടുത്ത് നിലത്തിരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞു, വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു, ഇത് തന്നെയാണ് മനുഷ്യന്റെ വിധി. രാജാവായിട്ട് ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്നും മുക്തരായി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. ഇതെന്റെ വിധിയാണ്, മനുഷ്യന്റെ വിധി ഇങ്ങനെയാണെന്ന് ദുര്യോധനൻ പറയുകയാണ്. അല്പം തത്വചിന്താ പ്രബോധനം ഉണർത്തുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നത്. വീണ്ടും അദ്ദേഹം കോൺഫിഡൻസോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്, യുദ്ധത്തിൽ ഒരിക്കലും തോറ്റോടിയിട്ടല്ല ഞാൻ പരാജയപ്പെട്ടത്. പാണ്ഡവർ എന്നെ കള്ളത്തരത്തിലൂടെ ചതിച്ചാണ് കൊലപ്പെടുത്തിയത്. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, നിങ്ങൾ ജീവനോടെ ഉണ്ടല്ലോ, അതെനിക്കൊരു സന്തോഷമാണ്. അതുപോലെ മരണത്തിൽ നിന്ന് മുക്തരാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം കൂടി ദുര്യോധനനുണ്ടായിരുന്നു. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണങ്ങളാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധി കവച്ചു കടക്കാവതല്ലോ. വീണ്ടും പറയാണ് ദുര്യോധനൻ അവരോട്, നിങ്ങൾ ഒരിക്കലും എൻ്റെ ഈ അവസ്ഥ കണ്ട് സങ്കടപ്പെടരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ ഈ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. പാണ്ഡവരുടെ പക്ഷത്ത് ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണന്റെ പ്രഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഒരിക്കലും ഞാൻ പേടിച്ചില്ല. ഞാൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ രീതിയിൽ തന്നെയാണ് ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുമാത്രമല്ല, നിങ്ങൾ എൻ്റെ വിജയത്തിന് വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധി ഇതായി പോയല്ലോ എന്ന് ദുര്യോധനൻ പറയുകയാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ ദുര്യോധനന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. വേദന കൊണ്ട് ഞെരുങ്ങിയും മിണ്ടാതായ ദുര്യോധനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈ തിരുമിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു, തൻ്റെ രാജാവാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി എല്ലാ രീതിയിലും ഒരു സുഹൃത്തും അതുപോലെ തന്നെ വഴികാട്ടിയുമായി നിന്ന് ഈ ദുര്യോധനന്റെ അവസ്ഥ കണ്ടിട്ട് അശ്വത്ഥാമാവിന് കോപം സഹിക്ക വയ്യാതെയായി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി, തൊണ്ടയിടറാൻ തുടങ്ങി. ഇങ്ങനെയാണ് അശ്വത്ഥാമാവ് പറയുന്നത്, ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്ക് അത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃത്തുക്കളെ പറ്റി പിടിച്ചാണയിടുന്നു. ഇന്ന് ഞാൻ സർവ്വ പാഞ്ചാലരെയും വാസുദേവൻ കാണെ തന്നെ കാലനൂർ പൂകിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. വല്ലാത്തൊരു സങ്കടത്തോടു കൂടിയാണ് അശ്വത്ഥാമാവ് നിൽക്കുന്നത്. ഒരിക്കൽ പോലും അശ്വത്ഥാമാവ് ക്ഷത്രിയ ധർമ്മം അതുവരെ പാലിക്കപ്പെടാതിരുന്നിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ രീതികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധം ചെയ്തത്. അയാളുടെ അച്ഛനായിട്ടുള്ള ദ്രോണരെ ചതിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനേക്കാൾ ദേഷ്യമായിരുന്നു ഇപ്പോൾ അയാൾക്ക് ദുര്യോധനന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ വീണ്ടും ഇന്ന് ഈ പാഞ്ചാലരെ എല്ലാം തന്നെ കാലപുരിക്ക് അയക്കുമെന്ന് ഒരു പ്രതിജ്ഞ ആ സമയത്ത് എടുക്കുകയാണ്. ദുര്യോധനോട് ഒരു അനുവാദം അദ്ദേഹം ചോദിക്കുന്നു. ഇവരെല്ലാം തന്നെ കാലപുരിക്ക് അയക്കാനുള്ള ഒരു അനുവാദം തനിക്ക് വേണമെന്നാണ് ദുര്യോധനോട് അശ്വത്ഥാമാവ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട അശ്വത്ഥാമാവ് ദുര്യോധനനെ ആശ്ലേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. മുൻപ് നല്ല രീതിയിൽ ഒരു രാജാവിന് ചേർന്ന വിധത്തിൽ തന്നെയാണ് കർണഗാന്ധാര സിന്ധുരാജി ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ദുര്യോധനൻ ഇരുന്നത്. അന്നുണ്ടായിട്ടുള്ള ആ അഹങ്കാരവും എതിരാളികളോടുള്ള അവജ്ഞയും എല്ലാം തന്നെ ഇപ്പോൾ മരണാസന്നനായി കിടക്കുമ്പോൾ പോലും ദുര്യോധനൻ ഉണ്ടെന്നാണ് ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടുവാൻ ആർക്കും കാലു പൊങ്ങുകയില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ പോലും അയാൾക്ക് നേരെ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ നിന്ദിക്കാനോ ആർക്കും ധൈര്യമുണ്ടാകില്ല എന്നുകൂടി കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്. പക്ഷേ ചതിയിലൂടെ അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയും ഭീമൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂര പ്രവൃത്തി അയാളോട് കാട്ടുകയും ചെയ്തു. അതിനു പുറമെ ദുര്യോധനൻ തന്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശളയെ ചൊല്ലി വ്യസനിക്കുന്നു നോക്കുക. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആ ആഭിജാത്യത്തിന് മുന്നിൽ ഒരിറ്റ് കണ്ണുനീർ തൂകാതിരിപ്പാൻ ആർക്ക് സാധിക്കും? ദുര്യോധനന്റെ മനസ്സിന്റെ ആഴത്തെ പറ്റിയിട്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ വിശദീകരിക്കുന്നത്. തൻ്റെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും എല്ലാം തന്നെ ചിന്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിച്ചത് തൻ്റെ സഹോദരിയായിട്ടുള്ള ദുശ്ശളയെ പറ്റിയിട്ടാണ്. ആ ഒരു സ്നേഹം, ആ സഹോദരി സ്നേഹമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഏക സഹോദരിയാണ്, 101 പേരിലെ ഒരു സഹോദരിയാണ് ദുശ്ശള. അവളെ പറ്റിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അവളുടെ അവസ്ഥയെ പറ്റിയിട്ടും ഭാവിയെ പറ്റിയും ആ മനുഷ്യൻ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇവിടെ ആ വരികളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എത്രയും വിശാലമായ മനസ്സുള്ള ആ മനുഷ്യന്റെ ഈ കിടപ്പില് കണ്ണുനീർ വീഴ്ത്താനല്ലാതെ എന്തു ചെയ്യാൻ കഴിയുമെന്ന്. അവർ കൃപകൃത വർമ്മശ്വാത്മാക്കൾ 3 പേരും പാണ്ഡവന്മാരുടെ പാളയത്തിനടുത്തെത്തി. 3 പേര് കൃപർ, കൃതവർമാവ് അതുപോലെ അശ്വത്ഥാമാവ് 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്വികയെയും കൂട്ടി ഓഖ വദീന നദിയുടെ തീരത്തിൽ ചെന്നുകൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അന്ന് പാളയത്തില് പഞ്ചപാണ്ഡവരും അതുപോലെ തേരാളിയായിട്ടുള്ള സാത്വികയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും തന്നെ നദീതീരത്തേക്ക് പോയിരുന്നു ശ്രീകൃഷ്ണന്റെ ആജ്ഞപ്രകാരം. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപവർമാത്മക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്നു കാലനെ പോലെ പ്രവർത്തിക്കും. ഒരൊറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനും കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടന്ന് മുറിയിലേക്ക് ചെന്നു. ശിബിരത്തിലേക്ക്, പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് ആരാണ് എത്തിച്ചേരുന്നത്? അശ്വത്ഥാമാവും കൃപറും കൃതവർമാവും. എന്നിട്ട് കൃപരോടും കൃതവർമാവിനോടും അശ്വത്ഥാമാവ് പറയാണ്, ഞാൻ ശിബിരത്തിന്റെ അകത്തേക്ക് പോകും, എല്ലാത്തിനെയും ചുട്ടെരിച്ച് കൊല്ലും, ഞാൻ എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കും. ഇനി ആരെങ്കിലും പുറത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ അവരെ കൊല്ലേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആദ്യമായിട്ട് അയാൾ ചെയ്യുന്നത് ദൃഷ്ടദ്യുമ്നന്റെ അടുത്തേക്കാണ്. ദൃഷ്ടദ്യുമ്നനാണ് ചതിയിലൂടെ അദ്ദേഹത്തിന്റെ അശ്വത്ഥാമാവിന്റെ അച്ഛനായിട്ടുള്ള ദ്രോണരെ കൊല്ലുന്നത്. അതായത് ആനയ്ക്ക് അശ്വത്ഥാമാവിന്റെ പേരിട്ട് ചതിയിലൂടെയാണ് കൊലപ്പെടുത്തുന്നത്. അറിയാം നിങ്ങൾക്ക് ആ കഥ. അങ്ങനെ ആദ്യമായിട്ട് അച്ഛനെ ചതിച്ചു കൊലപ്പെടുത്തിയ ദൃഷ്ടദ്യുമ്നന്റെ പക്ഷത്തേക്ക് ആരെത്തുന്നു? അശ്വത്ഥാമാവ് എത്തുന്നു.
യുദ്ധമെല്ലാം കഴിഞ്ഞു, താങ്കൾ വിജയിച്ചു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ദൃഷ്ടദ്യുമ്നൻ വളരെ ശാന്തനായിട്ട് നറുമണം പുകച്ച് അറയിൽ വെള്ളവിരിപ്പ് വിരിച്ചുകൊണ്ട് വലിയ മെത്തയില് ഒരു ഭയവുമില്ലാതെ കിടക്കുന്ന സമയത്താണ് ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തുന്നത്. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചു താഴെയിട്ടു ചവിട്ടി. മയക്കം പോവാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞെരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കോ, താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുഘാതികൾക്ക് കുലപാംസന ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിലൂന്നി അമർത്തി കഥ കഴിച്ചു. വളരെ ക്രൂരമായിട്ട് തന്നെയാണ് തന്റെ പിതാവിന്റെ ഘാതകനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ അശ്വത്ഥാമാവ് കൊല്ലുന്നത്. മരണാസന്നനായി നിൽക്കുന്ന സമയത്ത് ആചാര്യപുത്രനോട് പറയുന്നുണ്ട്, അശ്വത്ഥാമാവിനോട് ദൃഷ്ടദ്യുമ്നൻ പറയുന്നുണ്ട്, എന്നെ ശസ്ത്രങ്ങൾ കൊണ്ട് കൊന്നേക്കാൻ, ഇങ്ങനെ കൊല്ലരുതേ എന്ന് പറയുന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഗുരുഘാതികൾക്ക് കുലപാംസന ലോകങ്ങളില്ല, നിനക്ക് ഒരിക്കലും ഒരു പുണ്യം കിട്ടാനായിട്ട് കാര്യമില്ല, നിന്നെ ഒരിക്കലും ആയുധങ്ങൾ കൊണ്ട് കൊന്നുകൂടാ, നിന്നെ ഇതേ രീതിയിൽ തന്നെ നിന്റെ മർമ്മങ്ങളിൽ പെരുവലൂന്നി അമർത്തി തന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവ് ഒരു ഭ്രാന്തനെ പോലെ, ഒരു സിംഹത്തെ പോലെ ദൃഷ്ടദ്യുമ്നനെ കൊല്ലുകയാണ്. ദൃഷ്ടദ്യുമ്നന്റെ മരണഞെരുക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ടു. ചെകുത്താനാണ് എന്നുറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. ഇവിടെ ചെകുത്താൻ എന്നുള്ള വേടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്രാഹ്മണനാണ്, ഒരു ഭ്രാന്തനെ പോലെ, ഒരു ചെകുത്താനെ പോലെ വളരെ ഉഗ്രരൂപിയായിട്ട് ഒരു മനുഷ്യനെ ഞെക്കിക്കൊല്ലുന്നത്. സ്ത്രീകളെല്ലാം ഇത് കണ്ടു വല്ലാതെ പേടിച്ച് അവശരായിട്ട് നിൽക്കുന്നു. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് നിലവിളി കൂട്ടി. കൂടാരങ്ങളിൽ ആകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാളൂരി പിടിച്ചു. കൈക്കൽപ്പെട്ടവരെല്ലാം വെട്ടിവീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച അയാൾ കൂടുതൽ ഭയങ്കരനായി. കണ്ണിൽ കണ്ടവരെല്ലാം തന്നെ ക്രൂരമായിട്ട് തന്നെയാണ് അയാൾ കൊന്നൊടുക്കിയത്. അവിടെ ഒരു തരത്തിലുള്ള യുദ്ധ നിയമങ്ങളും പാലിക്കപ്പെട്ടിരുന്നില്ല. ചതിയിലൂടെ വീഴ്ത്തിയ പാണ്ഡവർക്ക് ഇതേ രീതിയിൽ തന്നെയാണ് നാണയം അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെയും ഞെക്കിയും അതുപോലെ കയ്യിൽ കിട്ടിയവരെല്ലാം തന്നെ വെട്ടിയും അയാൾ കൊലപ്പെടുത്താൻ തുടങ്ങി. അയാളെ രാക്ഷസൻ എന്ന് കരുതി ആളുകൾ കണ്ണു ചിമ്മി. ദ്രൗപദിയുടെ 5 പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവയെല്ലാം വയറു പൊളിച്ചും കൈവെട്ടിയും തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ 3 തുണ്ടമാക്കിയിട്ടു. എല്ലാവരെയും പല രീതിയിൽ തന്നെയാണ്, ക്രൂരമായിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയത്. ആ സമയത്ത് ശിഖണ്ഡിയെയും അയാൾ കൊല്ലുന്നു. ഭീഷ്മരുടെ എതിരാളിയായിരുന്നു ശിഖണ്ഡി. അംബ എന്ന് പറഞ്ഞ കഥാപാത്ര ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ ഒരു പിന്നീടുള്ള ഒരു ജന്മമായിരുന്നു ഏത് ശിഖണ്ഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവനെയും 3 തുണ്ടമാക്കിയിട്ടാണ് അശ്വത്ഥാമാവ് കൊന്നൊടുക്കിയത്. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിവിട്ട് അങ്ങും ഇങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്തു തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടിയരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരം ആകെ മുഴങ്ങി. എല്ലാ രീതിയിലും ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു ഭ്രാന്തനെ പോലെ, ഒരു ചെകുത്താനെ പോലെ സകലരെയും ആക്രമിക്കാനായിട്ട് അശ്വത്ഥാമാവ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു ചെകുത്താനെ പോലെ പാഞ്ഞു വന്ന അശ്വത്ഥാമാവിന്റെ പ്രവൃത്തിക്ക് മുന്നിൽ എല്ലാവരും പകച്ചു നിൽക്കാനായിട്ട് തുടങ്ങി. അവിടെ ആകെ ബഹളമായി. ഒരു വസ്ത്രമോ ആയുധമോ എടുക്കാൻ തന്നെ ഉറക്കച്ചടവോടുകൂടി നിന്ന ആ മനുഷ്യർക്ക് ആർക്കും കഴിഞ്ഞില്ല. പലരും ആനയുടെ ചവിട്ടേറ്റ് വീഴുകയും ചെയ്യുന്നു. ചിലർ ആ സമയത്ത് ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അവരെല്ലാവരെയും തന്നെ ദ്വാരദേശത്ത് വച്ച് കൃപരും കൃതവർമാവും കൊന്നു വീഴ്ത്തുകയുണ്ടായി. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുതു കുമ്പിട്ട് നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. എത്രയൊക്കെ ആയുധങ്ങളില്ലെങ്കിലും അതുപോലെ തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചിട്ട് പോലും അതൊന്നും ചെവിക്കൊള്ളുക്കാതെ കൃപരും കൃതവർമാവും കൂടി എല്ലാവരെയും കൊന്നു വീഴ്ത്താനായിട്ട് തുടങ്ങി. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. അതുപോലെ തന്നെ ആ കൂടാരങ്ങൾക്ക് 3 വശത്തും അവര് തീ കൊടുക്കാനും തുടർന്നു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്ന് കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. അരും കൊല തന്നെയാണ് നടത്തിയത്. നല്ല രീതിയിൽ രാത്രിയായി, നല്ല ഇരുട്ടുള്ള സമയമായിരുന്നു. പക്ഷെ തീയിട്ടപ്പോൾ നല്ല വെളിച്ചം വന്നു. ഒരു പ്രോത്സാഹനം എന്നോണമാണ് കൃപരും കൃതവർമാവും അത് ചെയ്തത്. നല്ല വെളിച്ചം കിട്ടിയപ്പോൾ അവിടെയുള്ളവരെല്ലാം തന്നെ ആ വെളിച്ചത്തില് കണ്ടം തുണ്ടം വെട്ടാനായിട്ട് അശ്വത്ഥാമാവ് തീരുമാനിച്ചു.
പാഞ്ഞെടുക്കുന്നവരെയും അതുപോലെ പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. ആരെയും കൈയൊഴിയാതെ എല്ലാവരെയും ഒരേ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. ആ ഒരു അവസ്ഥ, ആ യുദ്ധക്കളത്തിന്റെ ഭീകരത, ശിബിരത്തിന്റെ ഭീകരതയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. കുറെ പേർ മരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരാണെങ്കിൽ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അതുപോലെ ഗജങ്ങളും അശ്വങ്ങളും എല്ലാം തന്നെ അവിടെ കിടക്കുന്നു. വല്ലാത്തൊരു മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ആ ചുറ്റുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർവത്ര കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അത് നേർത്തൽ മൂളലായി ഞരക്കമായി അടങ്ങി. ആ കരച്ചിലെല്ലാം തന്നെ പയ്യെ നേർത്ത് പയ്യെ ഇല്ലാതെയായി മുരളക്കമായി. അതുപോലെ വല്ലാത്തൊരു സൈലൻസ്, ഒരു നിശബ്ദത അവിടെ കാണാൻ തുടങ്ങി. അതിനർത്ഥം അവിടെയുള്ള എല്ലാവരും തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അശ്വത്ഥാമാവിന്റെ താണ്ഡവത്തിൽ എല്ലാവരും തന്നെ തകർന്ന് കാലപുരി പൂകിയിരിക്കുന്നു. പ്രഭാതമായി. മനുഷ്യ ചോരയിലാണ്ട് ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോട് ഇടിപ്പിച്ച് ഒന്നായി തീർന്നത് പോലെയായി. രാത്രി ആളുകളിൽ ഉറങ്ങി എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്, ആളുകൾ കൊല്ലപ്പെട്ടത് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു. അയാൾ ആ ശിബിരത്തിലേക്ക് പോകുന്ന സമയത്ത് രാത്രിയായിരുന്നു, വളരെ നിശബ്ദതയായിരുന്നു. തിരിച്ച് രാവിലെയാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴും അവിടെ നിശബ്ദമായിരുന്നു. ആദ്യം അയാൾ പോയപ്പോൾ അവിടെ എല്ലാവരും ഉറക്കമായിരുന്നെങ്കിൽ എല്ലാ അവസാന കാലത്തേക്കുള്ള അല്ലെങ്കിൽ നിത്യശാന്തതയുടെ ഒരു ഉറക്കമായിരുന്നു, നിശബ്ദമായിരുന്നു അയാൾ തിരിച്ചു പോന്നപ്പോൾ ഉണ്ടായത്. പുറത്തു വന്ന് 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു. കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ആർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അവർ ഈ കാര്യങ്ങൾ, വിശേഷങ്ങൾ അറിയിക്കാൻ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെടുകയാണ്. അവർ ചെല്ലുമ്പോഴേക്ക് ദുര്യോധനയിൽ നന്നേ കുറച്ച് ജീവൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമറ്റുരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുഴന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടിയകറ്റുന്നുണ്ട്. ദുര്യോധന്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ പറയുന്നത്. യുദ്ധക്കളത്തിൽ കിടക്കുകയാണ്, മരണത്തിന്റെ ഏറ്റവും അവസാന തലക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്വാസം എടുത്ത് വലിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. ചോര വാർന്ന് മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു. അതിനു ചുറ്റും ആ രാജാക്കന്മാരും എല്ലാ രീതിയിലും എല്ലാ രാജാക്കന്മാരെയും ഭരിച്ച് സകലരെയും ഭരിച്ച് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ ചോര കുടിക്കാനായിട്ട്, ഇറച്ചി കഴിക്കാനായിട്ട് കുറുക്കന്മാർ വട്ടമിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നത്. ചോരയിലാണ്ട് ഈ 3 പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്വികിയും ഉൾപ്പെടെ 7 പേരും, നമ്മളിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളും ഗജങ്ങളും അശ്വങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന യുദ്ധമാണ്. 18 നാൾ സംഭവിച്ച കാര്യം ഒന്ന് ഓർത്തു നോക്കുക. പാണ്ഡവരിൽ 5 പേരും സാത്വികിയും ശ്രീകൃഷ്ണനും മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ കൗരവരിൽ ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇനി ഉള്ളത് എന്നുള്ള കാര്യമാണ് ദുര്യോധനെ അറിയിച്ചത്. ബാക്കി എല്ലാവരെയും തങ്ങൾ കൊലപ്പെടുത്തി എന്ന് അഭിമാനത്തോടു കൂടി തന്നെയാണ് അശ്വത്ഥാമാവ് എന്ന് ദുര്യോധനോട് പറയുന്നത്. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു. ഓരോ കാര്യങ്ങൾ വലിയ രീതിയിൽ ഒരു വീമ്പിളക്കുന്ന രീതിയിൽ തന്നെയാണ് അശ്വത്ഥാമാവ് പറഞ്ഞത്. അഭിമാനത്തോടു കൂടിയാണ് അയാൾ പറഞ്ഞത്. പാണ്ഡവരുടെ മക്കളെയും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നനെയും എല്ലാം തന്നെ തങ്ങൾ കൊന്നുവെന്ന് അഭിമാനത്തോടു കൂടി ദ്രൗണി അവിടെ പറയുകയാണ്. ദ്രൗണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ്. മഹാഭാരതത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന കാര്യങ്ങളാണിത്. അവസാന ഭാഗമായപ്പോഴേക്കും ദുര്യോധനന്റെ മരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്രയുമെല്ലാം അശ്വത്ഥാമാവും അതുപോലെ തന്നെ കൃതവർമാവും പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് പിന്നെയും ഒരു ചൈതന്യം വരികയാണ്. എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാഞ്ഞത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. എല്ലാ രീതിയിലും ചെയ്തു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് പോകുന്നത്? ദുര്യോധനൻ യാത്രയാകുന്നത്. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ വെടിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു, പ്രാണൻ വിണ്ണേറി. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച് വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏത് യുദ്ധവും ഏതു പേരിലായാലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, കലാശം എന്നല്ലാതെ മറ്റെന്താവാം.
ഈ വാക്കുകളിൽ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരുടെ കൃത്യമായിട്ടുള്ള യുദ്ധത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും, എന്ത് വ്യവസ്ഥിതി ഉണ്ടെങ്കിലും, എന്തൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാലും, ധർമ്മയുദ്ധം എന്ന് വിളിച്ചാലും എന്തായാൽ തന്നെയും യുദ്ധം ഒരിക്കലും നന്മ സമ്മാനിക്കുന്നില്ല. അതൊരു പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. യുദ്ധം എപ്പോഴും കലാശം ഇതുപോലെ തന്നെയായിരിക്കും. മറ്റുള്ളവരുടെ വേദനയും അതുപോലെ സങ്കടങ്ങളും കാണുക മാത്രമാണ് അതിൻ്റെ അവസാനം എന്നുകൂടി കുട്ടിക്കൃഷ്ണമാര ഇവിടെ പറയുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠൻ എന്ന് വ്യാസൻ സുയോധനെന്നും ദുര്യോധനെന്നും വിരുദ്ധാർത്ഥമായ രണ്ടു പേരിട്ട് വ്യവഹരിച്ചതിലും ഈ ഒരു ആശയം ഉൾച്ചേർന്നിരിക്കുന്നു. സുയോധനൻ സത്യം മാത്രം പറയുന്നവൻ. സുയോധനൻ എന്നുള്ളൊരു പേര് കൂടി ദുര്യോധനനുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ക്ഷത്രിയ നിയമങ്ങൾ ഒരിക്കലും പാലിക്കാതിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നാരദൻ ഭീമനോട് പറയുന്ന ഒരു കാര്യം, സ്വർഗത്തിൽ ആദ്യമായിട്ട് എത്തുന്നതും ദുര്യോധനൻ തന്നെയാണ്. അതിനുള്ള കാരണത്തെപ്പറ്റി ഭീമനോട് ചോദിച്ചപ്പോൾ നാരദൻ പറയുന്ന കാര്യമുണ്ട്, അയാൾ നല്ല രീതിയിൽ ക്ഷത്രിയന്മാർക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്തതെന്ന്. അപ്പോൾ പാശ്ചാത്യ സാഹിത്യങ്ങളിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കാവുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതേതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതേയില്ല. കുട്ടിക്കൃഷ്ണമാരാർ പറയുകയാണ്, വലിയ വീരപരാക്രമികളായിട്ടുള്ള ആളുകളുടെ, യോദ്ധാക്കളുടെ വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ അവരുടെ കഴിവുകൾ വർണ്ണിക്കാൻ വേണ്ടി തുടങ്ങിയതൊന്നുമല്ല, എഴുതിയതൊന്നുമല്ല മഹാഭാരതം എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി യുദ്ധത്തിന്റെ ദോഷവശങ്ങളാണ് മഹാഭാരതത്തിൽ കാണിച്ചു തരുന്നതെന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ പക്ഷം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററിയാണ്. ഈ ഒരു മഹാഭാരതത്തിലൂടെ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി തന്നെയാണെന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നു. ദ്രൗണി അഥവാ അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് പ്രയോഗിച്ചേക്കാം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഭീമനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രീകൃഷ്ണന്റെ രഥത്തിൽ ശ്രീകൃഷ്ണനും അതുപോലെ യുധിഷ്ഠിരനും അർജുനനും എല്ലാം തന്നെ പോവുകയാണ്. വഴിയിൽ വെച്ച് ഭീമനെ ഇവരെല്ലാവരും കാണുന്നു, പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ദേഷ്യത്തിൽ നിൽക്കുന്ന ഭീമനെ പിന്തിരിപ്പിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. കൃഷ്ണദൈവായന്റെ അടുത്തായിരുന്നു ആ സമയത്ത് അശ്വത്ഥാമാവ് ഉണ്ടായിരുന്നത്. ശരീരത്തിൽ നെയ്യെല്ലാം പുരട്ടി നിൽക്കുന്ന അശ്വത്ഥാമാവ് ആ സമയത്ത് ഭീമൻ വരുന്നത് കണ്ടു. ബ്രഹ്മശിരസ് പ്രയോഗിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. ആ പാണ്ഡവായ എന്ന് പറഞ്ഞുകൊണ്ട് പുൽക്കൊടിയിൽ 3 ലോകവും എരിക്കാൻ പോകുന്നതില്ല ആ ഒരു തീ ഉളവാക്കിക്കൊണ്ട് അയാൾ ബ്രഹ്മശിരസ് പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. ദ്രൗണിയുടെ ഭാവം ആദ്യമേ തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇത് ചെയ്യാനായിട്ട്, അതായത് ഈ അസ്ത്രം നീയും പ്രയോഗിക്കുക എന്ന് പറയുകയാണ്. അതായത് ദ്രൗണിയുടെ പിതാവായിട്ടുള്ള ദ്രോണർ അർജുനനും ഈ ഒരു അസ്ത്രം എങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ 2 അസ്ത്രങ്ങളും തന്നെ ഇല്ലാതെയായി പോകും, നിഷ്ഫലമായി പോകുമെന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുകയാണ്. അർജുനൻ ആ ഒരു അസ്ത്രം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നാരദനും കൃഷ്ണദൈവായനും ആ വഴിക്ക് വരികയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മഹാനഗരത്തെ തന്നെ, ഈ ലോകത്തെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന ഈ അസ്ത്രം പ്രയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്? ദയവ് ചെയ്ത് അത് പിൻവലിക്കുക എന്ന് പറയുകയാണ്. അർജുനൻ വേഗം തന്നെ അത് പിൻവലിക്കാനായിട്ട് തുടങ്ങുന്നു. ആ സമയത്ത് വ്യാസൻ ദ്രൗണിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അർജുനൻ ഒരിക്കലും നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇത് പ്രയോഗിക്കാനായിട്ട് തുടങ്ങിയത്, നിങ്ങളും അത് പിൻവലിക്കുക. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു ബ്രഹ്മ അസ്ത്രമാണിത്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും. നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് പിൻവലിക്കുക. നിങ്ങളുടെ ചൂടാമണി കൊടുത്തു കഴിഞ്ഞാൽ ഈ പാണ്ഡവർ നിങ്ങളുടെ ജീവിതം വിട്ടു നൽകുമെന്ന് കൂടി വ്യാസൻ അശ്വത്ഥാമാവിനോട് പറയുകയാണ്. കോപം കൊണ്ട് നിന്നിരുന്ന ദ്രൗണി ഈ പറഞ്ഞതൊന്നും ആദ്യം വകവച്ചില്ല. പിന്നീട് അയാൾ തന്നെ ഒരു കാര്യം പറയുകയാണ്, ഞാനിത് നിങ്ങളുടെ നേർക്ക് പ്രയോഗിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ സന്തതികൾക്ക് മേൽ പ്രയോഗിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാമെന്ന് അയാൾ പറയുന്നു. ഭഗവാൻ പറഞ്ഞു, ചെയ്തില്ലെന്ന് വേണ്ട. വ്യാസൻ പറഞ്ഞു, അങ്ങനെയാവട്ടെ, നീ അതിനപ്പുറമൊന്നും വിചാരിക്കരുത്. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം കൊണ്ട് ആ പാപിയോട് പറഞ്ഞു, അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അതായത് അർജുനന്റെ പുത്രന്റെ വധുവായിട്ടുള്ള, അതായത് അഭിമന്യുവിന്റെ വധുവായിട്ടുള്ള ഉത്തരയുടെ വയറ്റിലേക്കാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്.
അത് പക്ഷേ ഒരിക്കലും ഏൽക്കില്ല. അവിടെ ഉത്തരപെറ്റുണ്ടാകുന്ന പരീക്ഷത്ത് പാണ്ഡവ വംശത്തെ പിന്നെയും തന്നെ നിലനിർത്തുമെന്ന് അവിടെ പറയുന്നുണ്ട്. ദ്രൗണിക്ക് ആ സമയത്ത് വല്ലാതെ ദേഷ്യം വന്നു. അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്, എൻ്റെ വാക്ക് മറിച്ചാവില്ല, ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തില് യേശുക തന്നെ ചെയ്യും. വ്യാസൻ പറയുകയാണ് ദ്രൗണിയോട്, പരീക്ഷത്ത് എന്ന് പറഞ്ഞ ഉത്തരയുടെ മകൻ വീണ്ടും പാണ്ഡവ വംശം നിലനിർത്തും. ഇത് കേട്ടുകൊണ്ട് ദ്രൗണിക്ക് വല്ലാതെ ദേഷ്യമായി. ഒരിക്കലും അത് സംഭവിക്കില്ല, എന്തു തന്നെ വന്നു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് തന്നെ പാണ്ഡവരുടെ സന്തതി പരമ്പര എല്ലാം തന്നെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, നീ ചെയ്തതെല്ലാം തന്നെ തെറ്റാണ്, നിന്റെ ഈ പക, നീ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതിന്റെ ഫലം നീ അനുഭവിക്കുക തന്നെ വേണം. 3000-ഓളം കൊല്ലമാണ് നിനക്ക് ഇനി ലോകത്തിലൂടെ അലഞ്ഞു തിരിയേണ്ടി വരുന്നത്. ചോരയും ചെലവുമായിട്ട് പഴുപ്പോടുകൂടി വളരെയധികം ശാപം പിടിച്ചവനായിട്ട് സകലരുടെയും പുച്ഛവും അനിഷ്ടവും എല്ലാം തന്നെ ഏറ്റുകൊണ്ട് നിനക്ക് ജീവിക്കേണ്ടതായി വരുമെന്നാണ് ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന് ഒരു ശാപം കൊടുത്തത്. അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക എന്നുള്ള ഒരു അർത്ഥമാണ്. ചിരഞ്ജീവി എന്ന അശ്വത്ഥാമാവിനെ വിളിക്കുന്ന കാര്യം, മനുഷ്യൻ ഉള്ളിടത്തോളം കാലം മനുഷ്യന്റെ ഉള്ളില് പക എന്ന ഒരു വികാരം നിലനിൽക്കുമെന്നാണ് അതിനർത്ഥമായി പറയുന്നത്. ശാപത്തോടൊപ്പം തന്നെ പരീക്ഷിത്ത് നല്ല രീതിയിൽ കുരുവംശത്തിന്റെ രാജാവായി വാഴുമെന്നും ശ്രീകൃഷ്ണൻ പറയുകയാണ്. ആ സമയത്ത് വ്യാസനും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്തതുകൊണ്ടും ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും ദേവകി പുത്രൻ പറഞ്ഞ ഉത്തമവാക്യം തീർച്ചയായും ഫലിക്കും. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഫലിക്കുമെന്ന് അശ്വത്ഥാമാവിനോട് വ്യാസനും പറയുകയാണ്. അതായത് 3000-ഓളം വർഷം എങ്ങുമേ അറിയപ്പെടാതെ ഭൂമിയിലെ ചോരയും ചലവുമായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കും, സർവ്വവ്യാധികളും പിടിപെടുമെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ദ്രൗണി അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ബ്രഹ്മൻ അവിടത്തോടു കൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ, ഭഗവാൻ പുരുഷോത്തമൻ സത്യവാക്കായിക്കൊള്ളട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു. മനം കേട്ട് അവരെല്ലാം നോക്കി നിൽക്കെ കാടുകയറി. അതായത് മനുഷ്യരുടെ ഉള്ളിൽ താൻ വസിച്ചോട്ടെ എന്നാണ് അശ്വത്ഥാമാവ് അനുഗ്രഹം ചോദിച്ചത്. അതാണ് പക എന്ന് പറഞ്ഞ അർത്ഥം. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പക നിലനിൽക്കുമെന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി എന്ന് വിളിക്കുന്നത്. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെയും പറ്റി പറയാമെങ്കിൽ അത് അശ്വത്ഥാമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനുമാണ്. ശപിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു അർത്ഥം കൃത്യമായിട്ട് ആർക്കെങ്കിലും ചേരുന്നുണ്ടെങ്കിൽ അത് ആർക്കാണെന്നാണ് പറയുന്നത്? ദ്രൗണി എന്നറിയപ്പെടുന്ന അശ്വത്ഥാമാവനാണെന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണദൈവായനോടൊപ്പം സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീർന്ന ദ്വേഷ മത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്നു കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ചു തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂടി തനിക്ക് അനർഘമായ രത്നം പൊയ്പായാലും എതിരാളികളുടെ മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന് വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യ ശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെകുത്താൻ. കുട്ടിക്കൃഷ്ണമാരാർ പറയുന്ന ഒരു കാര്യം, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പക എന്നുള്ള വികാരം കൃത്യമായിട്ടുള്ള അർത്ഥത്തിൽ ചേരുന്നത് അശ്വത്ഥാമാവനാണ്. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പക എന്ന് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാകും. അത് തന്നെയാണ് അത് പരിണമിച്ച് തലമുറകളിലൂടെ പ്രവഹിക്കുമെന്ന് പറയുന്നത്. തനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, തൻ്റെ ചൂടാമണി നഷ്ടപ്പെട്ടാലും പാണ്ഡവരുടെ നാശം കാണണമെന്നാണ് അശ്വത്ഥാമാവ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് മനുഷ്യനും. ആർക്കെന്ത് തന്നെ നശിച്ചു കഴിഞ്ഞാലും തനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, തൻ്റെ പക നിറവേറണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിനിധി തന്നെയാണ് അശ്വത്ഥാമാവ് എന്ന ചെകുത്താൻ എന്നാണ് ഈ കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ പറയുന്നത്. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെയും കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പക എന്ന് ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ ഒരു താക്കീത് പോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും അതുപോലെ എല്ലായിടത്തും കാണുന്ന ഒരു സർവ്വവ്യാപിയായിട്ടും കാണുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പക എന്നുള്ളത് എല്ലാ തലമുറകളിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലും കാണുന്ന മനുഷ്യന്റെ ഉള്ളിലെ പക എന്ന് പറഞ്ഞ വികാരമാണ്. ശ്രീ എന്ന പോലെ ജ്യേഷ്ഠയെയും ഭഗവതിയായി കണ്ട് ആർഷ സംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല.
ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വ്യാസനെ കാണുന്നത്. വ്യാസന്റെ വാക്കുകൾ ഇന്നും മനുഷ്യൻ പാടി പുകഴ്ത്തി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുല്യമായിട്ട് തന്നെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവിയായിട്ട് ലോകത്ത് കാണുന്നു. അതിനർത്ഥം മനുഷ്യന്റെ മനസ്സിൽ കുടിയിരിക്കുന്ന പക എന്ന് പറഞ്ഞ് വികാരത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നതെന്ന് കുട്ടിക്കൃഷ്ണമാരാർ അടിവരയിട്ടുകൊണ്ട് ഊന്നി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു പാഠഭാഗമാണിത്. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളുടെ ചിന്തകൾ, ഓരോ കഥാപാത്രത്തിന്റെയും ഒരു പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം. കഥാപാത്രങ്ങളുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. ഇപ്പൊ ദുര്യോധനൻ ആരാണ്, കർണൻ ആരാണ്, കൃപർ ആരാണ്, കൃതവർമ്മ ആരാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അശ്വത്ഥാമാവിന്റെ മറ്റൊരു പേരാണ് ദ്രൗണി എന്നുള്ളതും ഒന്ന് തിരിച്ചറിയണം. അദ്ദേഹം പ്രയോഗിക്കുന്ന അസ്ത്രം ഏതാണെന്ന് മനസ്സിലാക്കണം. പിന്നെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പാണ്ഡവരുടെ ഈ വിജയം വല്ലപാടും നേടിയ വിജയം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദുര്യോധനന്റെ ഹൃദയോന്നതിയും ആഭിജാത്യവും പ്രകടമാക്കുന്ന സന്ദർഭം വിശദീകരിക്കുക. പുണ്യസ്ഥലമായിട്ടുള്ള സമന്ത പഞ്ചകത്തിലാണ് ദുര്യോധനൻ ആകെ തുടയിൽ തകർന്നുകൊണ്ട് ചോരയെല്ലാം ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്. ആ സമയത്ത് പോലും അയാളുടെ ചിന്തകളെ പറ്റിയിട്ട്, തൻ്റെ കുടുംബത്തെ പറ്റിയാണ് അയാൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ആ ഘട്ടത്തിൽ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെയും ആരോമലായിട്ടുള്ള ഭാര്യയും എല്ലാം ഓർക്കുന്നതിന് മുമ്പ് തൻ്റെ ഏക സഹോദരിയായിട്ടുള്ള ദുശ്ശളയെ പറ്റിയിട്ടാണ് അയാൾ ഓർക്കുന്നത്. ആ സഹോദരിയോടുള്ള സ്നേഹം അവിടെ വെളിവാകുന്നുണ്ട്. ഭർത്താവും അതുപോലെ തന്നെ സഹോദരന്മാരും നഷ്ടപ്പെട്ട ദുശ്ശളയുടെ സങ്കടം എത്ര വലുതായിരിക്കും, എങ്ങനെയാണ് അവൾ ഇനി അതെല്ലാം കടിച്ചമർത്തുക എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വേവലാതിപ്പെടുന്ന ആ ഒരു ദുശ്ശളയാണ് ആദ്യമായിട്ട് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. മരണത്തിന് മുമ്പുള്ള നിമിഷങ്ങളിലെ ചിന്തകളിൽ പോലും ദുര്യോധനന്റെ ആഭിജാത്യവും അതുപോലെ തന്നെ ഹൃദയോന്നതിയും നമുക്ക് കാണാനായിട്ട് കഴിയും. അയാൾ ഒരു നല്ല രീതിയിൽ ക്ഷത്രിയനാണെന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. ഇത്രയും പോയിന്റാണ് അതിനകത്ത് എഴുതേണ്ടത്. രണ്ടാമത്തേതിൽ വരുന്നത് പാശ്ചാത്യ എപ്പിക്കുകളുമായി മഹാഭാരതത്തിന് എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്. എപ്പിക്കുകൾ എന്ന് പറഞ്ഞ 4 എണ്ണമാണ് എപ്പിക്സ് ഉള്ളത്. അതിൽ 2 എണ്ണം ഭാരതത്തിലേതാണ്, 2 എണ്ണം ഗ്രീക്കിലേതും. രാമായണം, മഹാഭാരതം, ഇലിയഡ്, ഒഡീസി. ഇലിയഡിലും ഒഡീസിയിലെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഈ പോരാളികളുടെ ഒരു പരാക്രമത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അതേസമയം തന്നെ മഹാഭാരതത്തില് യുദ്ധം വരുത്തി വെക്കുന്ന വിനകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ രചനയ്ക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. യുദ്ധം നേരിടുന്ന, യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ യുദ്ധം സമ്മാനിക്കുന്ന വിപത്തുകൾ എന്തെല്ലാമെന്ന് കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരതം എന്നും നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് കഴിയും. യുദ്ധം മൂലം നിസ്സഹായരും നിരാലംബരുമാകുന്ന അനേകരുടെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ എപ്പോഴും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് മരിച്ചു പോകുന്നവരാണ്. അല്ലാതെ ആ ഒരു വേദനയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ, തനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഒരു മരണത്തിൽ ആഗ്രഹിച്ചല്ലെങ്കിൽ അവരുടെ വേദനയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഭീകരമാണെന്ന് തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും യുദ്ധത്തിന്റെ ദോഷവശങ്ങളെ അടിവരയിട്ട് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന് പറഞ്ഞ നിരൂപണ കൃതിയിലെ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പാഠഭാഗം നല്ല രീതിയിൽ വായിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കൂടുതൽ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എക്സാം പോയിന്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതിനകത്ത് ചോദ്യങ്ങളും ആശയങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വായിക്കുക. ഓരോ പാഠത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ ഒന്ന് തയ്യാറാക്കുക. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പേര് ഒരു പട്ടിക തിരിച്ചൊന്ന് എഴുതിയൊക്കെ പഠിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.